എൻ്റെ സാധിപ്പിച്ചതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഖുർആൻ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. അതിന് പ്രായമോ പ്രയാസങ്ങളോ നമ്മളുടെ കുടുംബ പ്രാരാബ്ദങ്ങളോ ഒന്നും വിഷയമല്ല. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഖുർആനിലേക്ക് നടന്ന് മുന്നേറാനും ഫൈനലി നമ്മളുടെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും പ്രയാസം തന്നെയാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ മാധുര്യം നുകരാനായിട്ട് അൽഹംദുലില്ലാ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഓരോ ആയത്തുകളും എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്, എത്രത്തോളം മാധുര്യമാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതിൻ്റെ ഹിക്മത്തുകളും അതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വീണ്ടും അതിലേക്ക് ഇറങ്ങി വരാനും അതിലേക്ക് ഡിഗ് ചെയ്ത് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഓരോ ആയത്ത് പഠിക്കുമ്പോഴും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു പഠനത്തിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമായിട്ട് തോന്നുള്ളൂ. അൽഹംദുലില്ലാ ഇനിയുള്ള ആയുസ്സും വീണ്ടും പഠനത്തിലേക്കും അത് പഠിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ അത് നിലനിർത്താനും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു എങ്ങനെയൊരു അവസരം എല്ലാവർക്കും, ഇത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇത് അള്ളാഹു ഞങ്ങൾക്ക് പരലോകത്തേക്കുള്ളൊരു ആ ദർജ ഞങ്ങൾക്ക് കൂട്ടിത്തരാനായിട്ടുള്ളൊരു അവസരമായിട്ട് മാറണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരായിട്ടുള്ളൊരു സാക്ഷിയായിട്ട് ഖുർആനെ മാറ്റല്ലേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സദസ്സിൻ്റെ മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.